മലയാളത്തിന്റെ സ്വന്തം ബഹുമാന്യനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ 91ാം പിറന്നാളിന്റെ ആഘോഷവേളയിൽ മമ്മൂക്കയുടെ നെഞ്ചിലേക്ക് സ്നേഹത്തോടെ തലചായ്ച്ചു വയ്ക്കുന്ന MTയെ എല്ലാവരും കണ്ടതാണ്. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോഴിതാ MTയുടെ മകൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ MTയും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. MTയുടെ മകൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ചെറുപ്പകാലം തൊട്ട് വീട്ടിൽ വരുന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ അച്ഛനെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് കാണാറുണ്ട്. സിനിമ ചെയ്യുമ്പോഴും ശരി, അല്ലാത്തപ്പോഴും ശരി, ആ വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് കാണും. പിന്നെ ഞങ്ങൾ മദിരാശിയിൽ അച്ഛന് ഫ്ലാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ അവിടെ വർക്ക് ചെയ്യാൻ പോയിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോകും. അപ്പം അങ്ങനെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു വന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അച്ഛനെന്തോ ഒരു പ്രത്യേക ഒരു വാത്സല്യമുണ്ട് മമ്മൂക്കയുടെ അടുത്ത്. അത് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ കല്യാണ നിശ്ചയത്തിന് മദിരാശി വെച്ചായിരുന്നു. 40 ആളുകളെ ഉള്ളൂ. മമ്മൂക്കേനെ മാത്രമാണ് വിളിച്ചത്. സിനിമ ഫീൽഡിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹരിഹരൻ അങ്കിളും മമ്മൂക്കയും മാത്രമാണ് വന്നത്. വേറെ ആരെയും അച്ഛൻ വിളിച്ചില്ല. അപ്പം അത് ദാറ്റ് ഷോ 40 പേരടങ്ങുന്ന ഒരു ചെറിയ ചടങ്ങാണത്. പക്ഷെ അതിന് അദ്ദേഹം വന്നു. അപ്പം അച്ഛൻ അങ്ങനെ അതാണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയണത്. പിന്നെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും, നീ നോയിക്കോളണം കേട്ടോ, നമ്മുടെ നോയിക്കോളണേ. അപ്പം അതെനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ഛൻ മൂപ്പരുടെയും കൂടിയാണ്. ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സ്ട്രീക്കും കൂടി ഉണ്ട് മമ്മൂക്കയ്ക്ക്. ഇടയ്ക്കൊരു എന്നെങ്ങനെ ചിലപ്പോൾ വഴക്കൊക്കെ പറയും, നീ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയങ്കര. ഇപ്പം അടുത്ത് ഈ പുതിയ വീട് വെച്ചതിന് ശേഷം വന്നില്ലായിരുന്നു അച്ഛൻ. കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി മമ്മൂക്കയ്ക്ക്. ഇപ്പം എന്നോട് വന്ന് പറഞ്ഞെന്താന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീട്ടിലും വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ വന്നില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു, അതൊന്ന് തീർന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെറുപ്പത്തിനേ കണ്ട് വളർന്നതാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. മറ്റുള്ള ആക്ടേഴ്സിനോടുള്ള പോലെയല്ല മമ്മൂക്കയുടെ അച്ഛൻ. ഇതാണ് MTയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം. ഒരു മകന് തുല്യനാണ് MTക്ക് മമ്മൂട്ടി. MTയുടെ 91ാം പിറന്നാൾ പ്രമാണിച്ച് MTയുടെ 9 ചെറുകഥകൾ അടങ്ങിയ വെബ് സീരീസ് മനോരഥങ്ങൾ ഓഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യുകയാണ്. C5-ലൂടെയാണ് വെബ് സീരീസ് റിലീസ് ആകുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ ഉൾപ്പെടെയുള്ള വൻ താരങ്ങൾ ഒന്നിക്കുന്ന വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വെബ് സീരീസ് ഇറങ്ങാൻ പോകുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ശാന്തികൃഷ്ണ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ശിലാലിഖിതങ്ങൾ, സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് സിദ്ദിഖ് പ്രധാന വേഷത്തിലെത്തുന്ന അഭയം തേടി, ജയരാജ് സംവിധാനം ചെയ്ത് നെടുമുടി വേണു, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സ്വർഗം തുറന്ന സമയം, രതീഷ് അമ്പാട് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത്, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന കടൽക്കാറ്റ്, ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് നരേൻ, പാർവതി തിരോത്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന കാഴ്ച, അശ്വതി V നായർ സംവിധാനം ചെയ്ത് ആസിഫ് അലി, മധുബാല എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വിൽപ്പന, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, നദിയ മൈദു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഷെർലോക്ക്, പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ഓളവും തീരവും. ഈ എപ്പിസോഡ് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എത്തുന്നത്. പിന്നെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ് എന്നിവയാണ് മനോരഥങ്ങൾ വെബ് സീരീസിലെ എപ്പിസോഡുകൾ. മനോരഥങ്ങൾ വെബ് സീരീസ് കാണാൻ എല്ലാ സിനിമാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയിലാണ്. മനോരഥങ്ങൾ വെബ് സീരീസിലെ ഏത് എപ്പിസോഡ് കാണാനാണ് നിങ്ങൾ കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.